ഉപ്പുമുളക് എന്ന സിറ്റ് കോമഡി വൻ ജനപ്രീതി നേടാൻ അൽ സാബിത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേശു എന്ന കഥാപാത്രമാണ് എപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ സാബിത്ത്. പ്രായത്തേക്കാൾ പക്വതയുള്ളയാളാണ് സാബിത്ത് എന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. തന്തവൈബ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുമുണ്ട്. ഇപ്പോഴിതാ തൻ്റെ സ്വഭാവ രീതികളെക്കുറിച്ച് സംസാരിക്കുകയാണ് അൽ സാബിത്ത്. മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സാബിത്തും ഉമ്മ ബീനയും. ആ കുട്ടിയെ നോക്കാൻ ചിലപ്പോൾ അവരുടെ അച്ഛനും അമ്മയും കാണും, അല്ലെങ്കിൽ നാട്ടുകാരും ഉണ്ടാകും എന്ന കാര്യത്തിൽ ലോകത്തുള്ള എല്ലാവരും സർവ്വ ലൈസൻസ് ആയിരുന്നു. 5 വർഷം മുമ്പ് ഞാൻ എണീച്ച് പോടെ എന്ന് പറഞ്ഞാൽ ഞാൻ എയറിലാകും. ഒന്നുകിൽ അച്ഛൻ ഇടിക്കും, എല്ലാവരും നോക്കും. അങ്ങനെ പറയരുതെന്ന് പറയും. അതുകൊണ്ട് ആരോട് എങ്ങനെ സംസാരിക്കണമെന്നറിയാം. എനിക്ക് എൻ്റെ പ്രായത്തിലുള്ള 3/4 പിള്ളേരുടെയും സംസാരം പിടിക്കില്ല. എതിർത്ത് പറയേണ്ട ആവശ്യമില്ല. ശരിയെന്ന് പറഞ്ഞ് നൈസായി മുങ്ങി നമുക്ക് സെറ്റാവുന്ന ആളുകളുടെ കൂടെ പോകാമെന്നും സാബിത്ത് പറയുന്നു. ഉപ്പുമുളകും പ്രധാന വേഷങ്ങൾ ചെയ്തിരുന്ന നിഷ സാഗറും ബിജു സോപനും ഇപ്പോൾ സിറ്റ് കോമിൻ്റെ ഭാഗമല്ല. ഇതേക്കുറിച്ച് സാബിത്തിൻ്റെ ഉമ്മ ബീന സംസാരിച്ചു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. കേസ് ഉള്ളപ്പോൾ ആ കേസ് കഴിഞ്ഞേ വരാൻ പറ്റൂ. കേസ് തീരണം. എല്ലാവരും ഒരുമിച്ചുള്ള എപ്പിസോഡ് പ്രേക്ഷകരുടെ ആഗ്രഹമാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റില്ലെന്ന് ബീന പറഞ്ഞു. ഇപ്പോൾ ബിജു ചേട്ടനും നിഷ ചേച്ചിയുമില്ല. ഏറ്റവും മെച്യൂറായി നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഇല്ലാത്തത്. പിന്നെ അവിടെയുള്ള ആകെ ആന്തരി ഇവനാണ്. ഓവർ വോയിസും ഓവർ സ്ട്രെയിനും പല സീനുകളും എടുക്കാറുണ്ടെന്ന് ബീന പറയുന്നുണ്ട്. ഇതേക്കുറിച്ച് സാബിത്ത് സംസാരിച്ചു. അച്ഛൻ ഉള്ളപ്പോൾ സീനിലെ ടോംബോ അച്ഛനെ തന്നെ കൈയടിക്കും. നമ്മൾക്ക് നൈസിൽ കൂടെ അങ്ങ് നിന്നാൽ മതി. പക്ഷേ അച്ഛനില്ലാത്തപ്പോൾ ഞാൻ അതങ്ങനെ നിൽക്കണം. ഞാൻ ചെറുതും കൂടെ ആയതുകൊണ്ട് എൻ്റെ ശബ്ദത്തിന് അത്രയും ബാസ് കിട്ടില്ല. അച്ഛൻ നാടകത്തിൽ കൂടെ ആയിരുന്നത് കൊണ്ട് കറക്റ്റ് കിട്ടും. എനിക്ക് കുറച്ചുകൂടെ പണിയെടുക്കണമെന്നും സാബിത്ത് പറഞ്ഞു. ഒരാൾ നന്നായിട്ട് കയറി നിൽക്കണം. ചില സീനുകൾ ഉറങ്ങിയതുപോലെയാകും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ഡൗൺ ആയി ഇരിക്കേണ്ട സീനായിരിക്കും. നീ ഡൗൺ ആയിട്ട് കയറ്റിവിടെന്ന് പറയുമെന്നും സാബിത്ത് പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.